ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ താമര വിരിച്ചുകൊണ്ട് ബി.ജെ.പി തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷം അവസാനിക്കും മുൻപേ അടുത്ത പോരാട്ടത്തിനുള്ള കാഹളം മുഴങ്ങുന്ന ബി.ജെ.പിയുടെ അസാമാന്യ തന്ത്രജ്ഞതയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ നിരകൾ നിഷ്പ്രഭമാകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അചഞ്ചലമായ നേതൃത്വവും അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളും ഒത്തുചേരുമ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എതിരാളികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വികസന വിപ്ലവത്തിനാണ്. 2027 ലക്ഷ്യമിട്ടുള്ള ബി.ജെ.പിയുടെ പടയോട്ടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കാവ്യ തരംഗം മാഞ്ഞടിക്കുമെന്ന ഉറച്ച സന്ദേശമാണ് നൽകുന്നത്. ബി.ജെ.പിയുടെ കരുത്തുറ്റ കോട്ടയായ ഗുജറാത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള മരണമണിയായിരുന്നു. സംസ്ഥാനത്തെ 15 കോർപ്പറേഷനുകളും ബി.ജെ.പി തൂത്തുവാരി. അഹമ്മദാബാദിൽ 192-ൽ 161 സീറ്റുകൾ നേടി ബി.ജെ.പി കരുത്തു കാട്ടിയപ്പോൾ കോൺഗ്രസ് വെറും 31 സീറ്റിൽ ഒതുങ്ങി. സൂറത്തിൽ കഴിഞ്ഞ തവണ മേനി പറഞ്ഞ ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ ചവറ്റുകുട്ടയിലെറിഞ്ഞു. 27 സീറ്റിൽ നിന്നും വെറും 4 സീറ്റിലേക്കാണ് എ.പി കൂപ്പുകുത്തിയത്. പോർബന്തറിലും മോർബിയിലും ബാക്കിയുള്ള 52 സീറ്റുകളും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ തന്നെ നേടി അവിശ്വസനീയമായ വിജയം കാഴ്ചവെച്ചു. ഗ്രാമമേഖലകളിലും ബി.ജെ.പി ശരവേഗത്തിൽ മുന്നേറുകയാണ്. നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കും മുൻപേ അടുത്ത പോരാട്ടത്തിനായുള്ള ഗ്രൗണ്ട് വർക്കുകൾ തുടങ്ങിയെന്നാണ് നിതിൻ നവീൻ വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ നീക്കങ്ങളെന്നും ദേശീയ അധ്യക്ഷൻ പറയുന്നുണ്ട്. മറ്റു പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ മാത്രം തന്ത്രങ്ങൾ മെനയുമ്പോൾ ബി.ജെ.പി എപ്പോഴും സജീവ കർമ്മപഥത്തിലാണെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുകയാണ്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഇതിനോടകം തന്നെ നിതിൻ നവീൻ സന്ദർശനം നടത്തി പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും അടച്ചിട്ട മുറിയിൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അടുത്തയാഴ്ച അദ്ദേഹം ഉത്തരാഖണ്ഡ് സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനം എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിന്റെ തുടക്കമാണെന്നാണ് പാർട്ടിയുടെ നിലപാട്. മെയ് 4-ലെ ഫലം വരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറാൻ പോകുകയാണ്. കേരളത്തിലെ തവണ ഏറ്റവും വലിയ മുന്നേറ്റം ബി.ജെ.പി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ബംഗാളിലും തമിഴ്നാട്ടിലും എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വരുമെന്നും അസമിലും പുതുച്ചേരിയിലും ഭരണം നിലനിർത്തുമെന്നും ദേശീയ നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. സങ്കുചിത രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് മോദി തരംഗം ദക്ഷിണേന്ത്യയിലും മാഞ്ഞടിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഈ വിസ്മയിപ്പിക്കുന്ന വിജയഗാഥകൾ വെറുമൊരു തുടക്കം മാത്രമാണ്. അഴിമതിയുടെയും പ്രീണന രാഷ്ട്രീയത്തിന്റെയും ചെളിക്കുണ്ടിൽ താണുപോയ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ മോചിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന മഹാപ്രസ്ഥാനം സജ്ജമായി കഴിഞ്ഞു. കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന കോൺഗ്രസിനും അക്രമം കൈമുതലാക്കിയ ഇടതു പാർട്ടികൾക്കും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അല്പത്തരം കാട്ടുന്ന പ്രാദേശിക കൂട്ടുകെട്ടുകൾക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അന്ത്യമൊഴിയായിരിക്കും. വികസനത്തിന്റെ സൂര്യപ്രഭയിൽ രാജ്യം ജ്വലിച്ചു നിൽക്കുമ്പോൾ വിഘടനവാദികളെയും രാജ്യദ്രോഹികളെയും കൂട്ടുപിടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിന് ഭാരത മണ്ണിൽ ഇനി സ്ഥാനമില്ല. മോദി എന്ന ഉറപ്പിന് മുന്നിൽ വിറയ്ക്കുന്ന പ്രതിപക്ഷം ഇനി എത്ര വേഷം മാറിയാലും ശരി, 2027-ലും അതിനും അപ്പുറവും ഭാരതത്തിന്റെ ഹൃദയമിടിപ്പ് ബി.ജെ.പി എന്ന രണ്ടക്ഷരമായിരിക്കും. കേരളത്തിലെ മണ്ണിൽ താമര വിരിയുന്നതോടെ വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും അധ്യായങ്ങൾ അറബിക്കടലിൽ അടിയുമെന്ന് ഉറപ്പാണ്. ജൈത്രയാത്ര തുടരുകയാണ്. കാവ്യ വിപ്ലവം ഇന്ത്യയെ വിശ്വഗുരുവാക്കാൻ മുന്നേറുകയാണ്.